പൊഴിഞ്ഞു വീഴുന്ന തേങ്ങ മാത്രം നമ്മൾ പെറുക്കിയെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഗംഗ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം വാട്ടർ എന്നാണ്. ബോണ്ട മീൻസ് കോക്കനട്ട് എന്നാണ് തെലുങ്കിൽ പറയുന്നത്. എന്നാൽ ഇപ്പം വീട്ടിലിപ്പം കൂടുതലായിട്ട് നമ്മുടെ ആവശ്യത്തിൽ കൂടുതൽ തേങ്ങ ഉണ്ടെങ്കിൽ അതിനകത്തു നിന്ന് ഉണ്ടാക്കാവുന്ന ഒരുപാട് പ്രൊഡക്ട്സുകളുണ്ട്. അത് ഗംഗാ ബോണ്ടമാണോ എന്നുള്ളത് നമുക്കത് ഇപ്പം നമുക്ക് ശാസ്ത്രജ്ഞർക്ക് ചിലപ്പം കണ്ടാലും മനസ്സിലാവും. അങ്ങനെയുള്ള കുറച്ച് ചലഞ്ചസ് ഒക്കെ ഇതിൽ ഉണ്ട്. പക്ഷെ അവരുടെ ജീവിതചര്യങ്ങളിൽ എല്ലാ കാര്യത്തിലും തെങ്ങ് ഒരു പാർട്ടായിരുന്നു. പലരും അതിലോട്ട് വരാനുള്ളൊരു വിമുഖത യങ് ജനറേഷൻ്റെ ഇടയിലുണ്ട്. എൻ്റെ പേര് ഡോക്ടർ ധന്യ MK. ഞാൻ കേരള കാർഷിക സർവകലാശാലയുടെ നാളികേര ഗവേഷണ കേന്ദ്രമായ ബാലരാമപുരം കട്ടച്ചാൽക്കുഴിയിലെ അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് ഹെഡാണ്. അതായത് കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഒരു ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വൃക്ഷമാണ് നമ്മൾ തെങ്ങ് എന്ന് പറയുന്നത്. അപ്പം തേങ്ങയോ ഇല്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാനേ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ ഇപ്പം നമുക്കറിയാം, പുതിയതായിട്ട് നമ്മളിപ്പം തെങ്ങ് കൃഷിയിലേക്കോ അതായത് പുതിയതായിട്ട് തെങ്ങിൻ പുരയിടങ്ങൾ നട്ടുപിടിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നത് കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ചിടത്തോളം ഇപ്പോൾ കുറഞ്ഞു വന്നിട്ടുണ്ട്. എങ്കിൽ പോലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കൃഷി വകുപ്പും കാർഷിക സർവകലാശാലയും ഒക്കെ ഒരുപാട് സ്റ്റെപ്സ് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സങ്കര ഇനം തെങ്ങിൻ തൈകൾ ഉൽപ്പാദിപ്പിച്ച് കൃഷി വകുപ്പിൻ്റെ കേരഗ്രാമം പദ്ധതി വഴി കർഷകർക്ക് എത്തിക്കുന്നതിനുള്ള ഒരുപാട് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു തെങ്ങ് കൃഷി നടത്തുമ്പോൾ ഒരു കർഷകൻ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊക്കം കൂടിയ തെങ്ങുകളിലേക്കുള്ള ആ തെങ്ങിൽ കയറി വിളവെടുപ്പിനുള്ള ബുദ്ധിമുട്ടും അവിടെയുള്ള രോഗകീടങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് മാനേജ്മെൻറ്റ് പ്രാക്ടീസൊക്കെ കൊടുക്കണമെങ്കിൽ എല്ലാം നമ്മൾ തെങ്ങിൽ പീരിയോഡിക്കലായിട്ട് കയറി നമ്മൾക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ തെങ്ങിൽ കയറുന്ന ആ ഒരു എക്സ്പെർട്ടൈസ് ഉള്ള ഒരു ജനറേഷൻ നമുക്കിന്ന് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തെങ്ങ് കയറൽ യന്ത്രങ്ങളൊക്കെ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും അതിന് ഒരു വ്യാപകമായ ഒരു പ്രചാരണം കിട്ടിയിട്ടില്ല. അത് ഉപയോഗിക്കുന്ന ഒരു ഭാഗം ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ മിക്കവാറും എല്ലാ വീടുകളിലും ഇപ്പോൾ തെങ്ങ് ഉണ്ടെങ്കിൽ പോലും അതിനകത്തുനിന്ന് വിളവെടുക്കാനായിട്ട് ആളെ കിട്ടാത്തതുകൊണ്ട് പൊഴിഞ്ഞു വീഴുന്ന തേങ്ങ മാത്രം നമ്മൾ പെറുക്കിയെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇപ്പം നമ്മൾ പച്ചക്കറികളിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കറക്റ്റായിട്ട് കുമ്മായം ഇട്ട് കൊടുക്കുകയും വളപരിപാലനവും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം നമ്മൾ ഒന്നും കൊടുക്കാതെ എന്താണോ നമുക്ക് കിട്ടുന്നത് എന്ന രീതിയിൽ അങ്ങ് എടുക്കുന്ന ഒരു സമ്പ്രദായമാണ് നിലനിന്ന് പോകുന്നത്. അതും ഈ വിളവ് കുറയുന്നതിന് ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാരണമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തെങ്ങ് കൃഷി പരിപോഷിപ്പിക്കുകയാണെങ്കിൽ, അതായത് ഇങ്ങനെയുള്ള ഒരു സ്ഥിതി പോകുവാണെങ്കിൽ, ഇപ്പോൾ ഓൾറെഡി ഇവിടെ നിൽക്കുന്ന തെങ്ങുകൾ തന്നെ കുറച്ച് കാലം കൊണ്ട് തന്നെ കീടബാധയും രോഗങ്ങളും കൊണ്ടും അതുപോലെ വളത്തിൻ്റെ അപര്യാപ്തതയൊക്കെ കൊണ്ടും ഭയങ്കരമായിട്ട് വിളവ് കുറഞ്ഞ് പിന്നെ നമ്മളൊരു പൂർണ്ണമായും നമ്മുടെ തന്നെ പ്രധാന വിളയായ ഒരു തെങ്ങിൽ നിന്ന് കിട്ടുന്ന ആദായത്തിന് വേണ്ടി അന്യ സംസ്ഥാനങ്ങളെയോ മറ്റു സ്ഥലങ്ങളെയോ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അത് മാറുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് ഏറ്റവും കൂടുതലുള്ള ഇപ്പോൾ സങ്കര ഇനങ്ങളൊക്കെ ആണെങ്കിൽ നാടൻ ഇനങ്ങളെക്കാളും വിളവ് കൂടുതലായിട്ട് തരുന്നതും അത്രയും ഒന്നും പൊക്കമില്ലാത്തതുമായിട്ടുള്ള ഇനങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇനങ്ങൾ കുറച്ചുകൂടി രോഗപ്രതിരോധ ശേഷിയുള്ളത്. അപ്പോൾ ഇങ്ങനെ ഗുണമേന്മയുള്ള സങ്കര ഇനങ്ങൾ നമ്മൾ ഈ പഴയ തെങ്ങുകളെയൊക്കെ മാറ്റി അവിടെയെല്ലാം നമ്മൾ പുതിയ സങ്കര ഇനങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും അതിന് കറക്റ്റായിട്ടുള്ള പരിപാലന മുറകൾ എല്ലാം, അതായത് വളപ്രയോഗം മുതൽ ആദ്യത്തെ മണ്ണിൻ്റെ pH പരിശോധിക്കുന്ന മുതൽ കുമ്മായ ആപ്ലിക്കേഷനും കറക്റ്റായിട്ടുള്ള വളപ്രയോഗവും കൊടുക്കുകയും കറക്റ്റായിട്ടുള്ള രോഗകീട നിയന്ത്രണവും ചെയ്ത് പിന്നെ അതുപോലെ തന്നെ ഈ തെങ്ങിൽ കയറി രോഗകീട നിയന്ത്രണം നടത്തുന്നതിനും വിളവെടുക്കുന്നതിനും വേണ്ടി മാക്സിമം മെക്കനൈസേഷൻ രീതികൾ കുറച്ചുകൂടെ എല്ലാവർക്കും ഒരു എളുപ്പമായിട്ടുള്ള ഒരു രീതികൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാലേ നമ്മൾക്ക് ഈ തെങ്ങ് കൃഷിയെ സംരക്ഷിക്കാനാകുകയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ജനങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം ഈ ശാസ്ത്രീയമായിട്ടുള്ള അവഗാഹം കുറേ പേർക്കെങ്കിലും കുറവുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ധാരാളം ക്ലാസ്സുകളും മറ്റും എടുക്കുകയും ജനങ്ങളിലോട്ട് ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടെക്നോളജീസ് എത്തിക്കുകയും ചെയ്യുന്നു. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ പ്രായോഗിക ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ തെങ്ങ് കയറാനുള്ള ലേബർ ഫോഴ്സ് നമുക്കില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ 2 വർഷത്തെ കാര്യങ്ങൾ എടുക്കാൻ കർഷകർ പലരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അവർക്ക് വളവും പ്രത്യേകിച്ചും MOPയും പൊട്ടാഷ് പോലുള്ള വളങ്ങളാണ് തെങ്ങിന് ഏറ്റവും കൂടുതൽ വേണ്ടത്. അത്തരത്തിലുള്ള വളങ്ങൾ വളരെ വില കൂടുതലും അതുപോലെ തന്നെ അതിൻ്റെ ലഭ്യത കുറവും കർഷകരെ ശാസ്ത്രീയമായ പരിപാലന മുറകൾ അഡോപ്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം
അവർ വിമുഖത കാണിക്കുന്നുണ്ട് ഈ ഇത്തരം കാരണങ്ങളാൽ. അത് കാരണം നമുക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കൃഷി എന്നുള്ളത് വെറും കൃഷി എന്നുള്ളതിൽ നിന്ന് മാറി ഒരു അഗ്രി ബിസിനസ് എന്നുള്ള രീതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. പ്രത്യേകിച്ചും നമ്മൾ നാളികേരത്തിനെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ നമ്മൾ വർഷങ്ങളായിട്ടിപ്പം 5 വർഷമായിട്ടുള്ള ആ ഒരു ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉയർച്ചയിലോട്ട് പോയിട്ടുള്ള എക്സ്പോർട്ട് ബിസിനസ്സാണ്. സാധാരണ തേങ്ങ എന്നുള്ളതിലുപരി നമ്മുടെ വെളിച്ചെണ്ണ, ഉരുക്ക് വെളിച്ചെണ്ണ, മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ എക്സ്പോർട്ടാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ബിസിനസ്സിലോട്ട് പോകാനായിട്ട് കർഷകർക്ക് സാധിക്കണമെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ തെങ്ങുകൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കെട്ടിട നിർമ്മാണത്തിനും പല ആവശ്യങ്ങൾക്കും ആയിട്ട് തെങ്ങുകൾ മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വരും തലമുറയ്ക്ക് നമ്മൾ തെങ്ങെന്നുള്ളത് ഗൂഗിളിൽ കാണിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക? സർ, ഇപ്പം അപ്രത്യക്ഷമായിരിക്കുന്നു എന്നുള്ളതിനോട് നമ്മൾ യോജിക്കുന്നില്ല. കാരണം മാഡം ആദ്യം തന്നെ പറഞ്ഞു കേരഗ്രാമം മുതലായ പദ്ധതികളുണ്ട്. ഇപ്പം ഞങ്ങൾക്കാണെങ്കിൽ തന്നെ ട്രെയിനിങ്ങും മറ്റും നടക്കുമ്പോൾ നാളികേര കർഷകർ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറേയൊക്കെ പ്ലാന്റേഷൻ ചില പ്രദേശങ്ങളിലെങ്കിലും റബ്ബർ മാറ്റി തെങ്ങ് വെച്ച് പിടിപ്പിക്കുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. തെങ്ങ് നമുക്കറിയാം ഏകദേശം, പ്രത്യേകിച്ച് നമ്മുടെ നാടൻ ഇനങ്ങളാണെങ്കിൽ നമ്മളെപ്പോലെയാണ്. നമ്മളൊരു കുഞ്ഞിനെ ജനിച്ചു കഴിഞ്ഞാൽ നമ്മളോടൊപ്പം വളരെയാണ് തെങ്ങ്. ഒരു പക്ഷേ ഒരു 80 വയസ്സ് വരെ ആയുസുള്ള ഒരു മനുഷ്യനാണെങ്കിൽ 80 വയസ്സ് കഴിഞ്ഞും തെങ്ങ് ശരിക്കും നാടൻ ഇനങ്ങളാണെങ്കിൽ നിലനിൽക്കും. അപ്പോൾ അത്രയും സമയം നമുക്കതിനെ കൃത്യമായ നേരത്തെ ജനറേഷൻ കൊടുത്തിരുന്ന പോലെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. അപ്പോൾ സാർ ഇപ്പം പറഞ്ഞതിൽ ഒരു ഇതെന്ന് പറഞ്ഞാൽ യങ്ങർ ജനറേഷനിൽ പലരും ഇപ്പം ഇത് മാനേജ് ചെയ്യാനായിട്ട് ഇവിടെ ഇല്ല. പലരും അതിലോട്ട് വരാനുള്ളൊരു വിമുഖത യങ് ജനറേഷൻ്റെ ഇടയിലുണ്ട്. അല്ല, പണ്ട് കാലത്ത് ഞങ്ങളുടെ വീടുകളിലൊക്കെ 10ഉം 15ഉം അതിന് മേലെ തെങ്ങുകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ വീടുകളുടെ പരിസരത്തൊന്നും ഒരു തെങ്ങ് പോലും കാണാനില്ല. നമ്മൾ കേട്ടിട്ടുണ്ടാവും തെങ്ങിനോട് സംസാരിക്കുന്നത്, തെങ്ങ് പ്രതികരിക്കുന്നുള്ള രീതിയിൽ വരെ പഠനങ്ങൾ വരുന്നുണ്ടായിരുന്നു എന്ന്. കാരണം അത്രയും നമ്മളോട് അറ്റാച്ച്ഡ് ആയിട്ടൊരു ക്രോപ്പാണ് തെങ്ങ്. അപ്പോൾ അതിന് പ്രോപ്പറായിട്ട് കൂടെ നിന്ന് പരിപാലനം നടത്തിയില്ലെങ്കിൽ അത് ഒരു സക്സസ്ഫുൾ ആവാൻ തെങ്ങ് കയറാൻ ആളെ കിട്ടുന്നില്ല. ശാസ്ത്രീയമായ പരിപാലന മുറകൾ അഡോപ്റ്റ് ചെയ്യാൻ എക്കണോമിക്കായിട്ട് അപ്പോൾ ഒരു കർഷകൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളപ്രയോഗം നമുക്ക് ശാസ്ത്രീയമായിട്ട് ഇന്ന വളങ്ങൾ കൊടുക്കാമെന്ന് പറയുമ്പോൾ ആ വളങ്ങളുടെ ലഭ്യത, അതിനോടൊപ്പം തന്നെ കർഷകന് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കൃത്യമായിട്ടത് കിട്ടണം. അങ്ങനെയുള്ള കുറച്ച് ചലഞ്ചസ് ഒക്കെ ഇതിൽ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ബെറ്റർ ഒരു മുഖം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു വാല്യൂ അഡീഷൻ എന്നുള്ളൊരു സംഭവം, അത് വളരെ ബിസിനസ്സിലോട്ട് പോവുകയാണെങ്കിൽ നല്ല ഒരു റിട്ടേൺസ് കർഷകന് കിട്ടുന്ന വിധത്തിൽ ഇപ്പോൾ നമ്മുടെ അഗ്രി ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഒരു വീട്ടിൽ ഒരു തെങ്ങ് എന്നുള്ളൊരു ആശയം കൊണ്ടുവന്നാൽ തെങ്ങയുടെ വിലക്കയറ്റം ഒന്ന് പിടിച്ചു നിർത്താമായിരുന്നില്ലേ? അല്ല, ആ ആശയം നല്ലതാണ്. അതായത് നമ്മുടെ ഓരോരുത്തരുടെയും ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് മീറ്റ് ചെയ്യാനുള്ള അതിന് മാത്രമുള്ള തേങ്ങ കിട്ടുവാണെങ്കിൽ അത് ഉറപ്പായിട്ടും അത് നല്ല. അല്ല, ആ തെങ്ങിൽ നിന്ന് ഒരു തവണ ഒരു 10-50 തേങ്ങ കിട്ടില്ലേ? അല്ല, ഈ കുള്ളൻ തെങ്ങുകൾ കൂടുതലും, അതായത് ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ സങ്കരയിനം കുള്ളൻ തെങ്ങുകളല്ല, അല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ള കുള്ളൻ തെങ്ങുകളുണ്ടല്ലോ, നമ്മുടെ ചൗകാട്, ഓറഞ്ച് പോലുള്ള കുള്ളൻ തെങ്ങുകൾ കൂടുതൽ ഇളനീർ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. അല്ല, ഒരു സാധാ ഫാമിലിക്ക് ഒരു മാസം ഒരു 10-20 തേങ്ങ മതിയാവും തോന്നുന്നു. അതെ, അതിനുള്ള തേങ്ങ ഇതിൽ കിട്ടുമല്ലോ. അത് തേങ്ങയ്ക്ക്, അതായത് നമ്മുടെ പാചക ആവശ്യത്തിനുള്ള തേങ്ങയ്ക്ക് ആയിട്ടുള്ള ഇനങ്ങൾ നമ്മൾ നടത്തും. അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇപ്പം അതുപോലെയാണ് ഗവൺമെന്റ് ഒക്കെ ഈ പ്രാവശ്യം മറ്റേ കുടുംബശ്രീ ആയിട്ടൊക്കെ സഹകരിച്ച് ഒരു തെങ്ങിനെങ്കിലും തടം തുറക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്കീമൊക്കെ ഉണ്ടായിരുന്നു. അതായത് അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോ വീട്ടിലെയും അപ്പോൾ കറക്റ്റായിട്ട് തടം തുറക്കലും ആ വളപ്രയോഗവും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും ഒക്കെ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഇപ്പം തെങ്ങിന് നമ്പർ കുറവാണെങ്കിൽ നമുക്ക് അതിനെ നോക്കുന്നതും എളുപ്പമാണ്. കറക്റ്റായിട്ടുള്ള വളപ്രയോഗം ചെയ്യുകയും കയറുകയും ചെയ്യാം. പിന്നെ ഈ കയറുന്നതിനാണ് അതിനുള്ള ഒരു കൺസെപ്റ്റ് അങ്ങനെ വരികയാണെങ്കിൽ കമ്മ്യൂണിറ്റി ബേസിസിൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ഈ വാല്യൂ അഡീഷൻ, അതിൽ നിന്ന് തെങ്ങിൽ നിന്ന് ഒരുപാട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിലും വീട്ടിലിരുന്ന് തന്നെ സ്വയം ഒരു തൊഴിൽ കണ്ടെത്താൻ ഉള്ളതുപോലെ തന്നെ ഇപ്പം വീട്ടിലിപ്പം കൂടുതലായിട്ട് നമ്മുടെ ആവശ്യത്തിൽ കൂടുതൽ തേങ്ങ ഉണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് ഉണ്ടാക്കാവുന്ന ഒരുപാട് പ്രോഡക്ട്സുകളുണ്ട്. അപ്പോൾ ആ പ്രോഡക്ട്സുകളൊക്കെ അവർക്ക് പരിചയപ്പെടുത്താനും അതിന് നല്ല പരിചയം കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങളിവിടെ പീരിയോഡിക്കലായിട്ട് അതിന് ട്രെയിനിങ്ങുകളും കൊടുക്കുന്നുണ്ട്. ഒരു സാധാരണക്കാർക്ക് തെങ്ങ് കൃഷിയെപ്പറ്റി വലുതായിട്ടൊന്നും അറിയില്ല. അപ്പോൾ നമ്മളൊരു തെങ്ങ് നട്ടാൽ എന്താണ് അത് ചെയ്യേണ്ടത്?
തെങ്ങ് നടുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് തെങ്ങിൻ്റെ നടുന്ന തെങ്ങിൻ തൈയുടെ ഒരു ക്വാളിറ്റി എന്നുള്ളതാണ്. അപ്പം ആരോഗ്യമുള്ള തെങ്ങിൻ തൈ ആദ്യം സെലക്ട് ചെയ്യുക. അപ്പം അത് ബന്ധപ്പെട്ട നമുക്കൊരു വിശ്വാസ്യത ഉറപ്പാകുന്ന ഏജൻസികളിൽ നിന്നോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നോ നല്ല ആരോഗ്യമുള്ള തെങ്ങിൻ തൈ നമ്മൾ സെലക്ട് ചെയ്യുകയും അത് നമ്മുടെ കൃഷിയിടത്തിൽ കൊണ്ട് നടുക എന്നുള്ളതാണ്. അപ്പം നടുന്നതിന് മുന്നേ ഉള്ള കുറച്ച് മുന്നൊരുക്കങ്ങൾ കർഷകരുടെ ഭാഗത്തു നിന്ന് സ്വീകരിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ തെങ്ങിന് വേണ്ടിയിട്ടുള്ള കുഴി എടുക്കുക. അപ്പം അതിന് ഒപ്പം തന്നെ നമ്മളെ മണ്ണിൻ്റെ അമ്ലത നമ്മൾ പരുവപ്പെടുത്തുക. അതിനോടൊപ്പം തന്നെ തെങ്ങിൻ്റെ കുഴിയുടെ അതൊക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും കൃഷി വകുപ്പിൽ നിന്നാണെങ്കിലും ഒക്കെ വേണ്ട നിർദ്ദേശങ്ങൾ കൈക്കൊണ്ട ശേഷം തെങ്ങിൻ തൈ നടുക എന്നുള്ളതാണ്. പിന്നെ തെങ്ങിൻ തൈ നട്ടിട്ട് ഇപ്പം പല ആൾക്കാരും ചെയ്ത് നട്ട് കഴിഞ്ഞു പിന്നെ ആ ജോലി തീർന്നു എന്നുള്ള രീതിയിൽ പോകും. അങ്ങനെയല്ല, ആ തെങ്ങിൻ തൈ അത് കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് അതൊരു കായ്ക്കുന്ന പരുവാകുന്ന വരെ നമ്മൾ ഒരു കുഞ്ഞിനെ പരിപാലിക്കുന്ന എല്ലാ മുറകളും തെങ്ങിന് നമ്മൾ അനുവർത്തിക്കേണ്ടതാണ്. അപ്പോൾ തെങ്ങിൻ തൈ നട്ട ശേഷം ഏറ്റവും കൂടുതൽ കർഷകർ പറയുന്ന ഒരു കാര്യമാണ് തെങ്ങിൻ തൈയുടെ ചെല്ലി കൊണ്ടുപോയി അല്ലെങ്കിൽ അത് രോഗം വന്നു, അതിൻ്റെ കൂമ്പ് കരിഞ്ഞു പോകുന്നു, വാടിപ്പോകുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തുടക്കത്തിലേ തന്നെ മോണിറ്റർ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ്. അപ്പം നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള വളപ്രയോഗങ്ങളൊക്കെ സമയങ്ങളിൽ ചെയ്യുക. അതിനോടൊപ്പം തന്നെ രോഗ നിയന്ത്രണ മാർഗം കൂടെ അവലംബിച്ചില്ലെങ്കിൽ തെങ്ങ് കൃഷി വളരെ നഷ്ടത്തിലായി പോകുന്ന അവസ്ഥ. അല്ല, ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങുന്ന ഒരു തെങ്ങ് നട്ട് കഴിഞ്ഞാൽ എത്ര വർഷം കൊണ്ട് അതിൻ്റെ കായ്ഫലം എടുക്കാൻ സാധിക്കും? അത് ഓരോ ഇനങ്ങളനുസരിച്ചിരിക്കും. നമുക്കിവിടെ നിലവിൽ WCT നാടൻ തെങ്ങുണ്ട്. നാടൻ തെങ്ങിലാണെങ്കിൽ നമ്മൾ ഒരു 7 വർഷമൊക്കെയാണ് പറയുന്നത്. അതേസമയം ഹൈബ്രിഡ് തെങ്ങിൻ തൈകളുണ്ട്. ടീൻഡുഡി തെങ്ങിൻ തൈകളാണെങ്കിൽ 3.5-4 വർഷം കൊണ്ടാണ് അതിൻ്റെ കൈബലം. ഗംഗാബോണ്ടം എന്ന് പറഞ്ഞിട്ട് അതിനെ പറ്റി എന്താണ്? ഗംഗാബോന്തം തെങ്ങിൻ തൈ ശരിക്കും നമ്മളതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കിട്ടുന്ന ഒരു അഡ്വർടൈസ്മെന്റ് ആണ്. ഗംഗാബോണ്ടം എന്ന് വെച്ചാൽ മലയാളികളുടെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് താഴെ തന്നെ കാഴ്ച കിടക്കുന്ന തെങ്ങ്. ശരിക്കും അത് തെറ്റായൊരു വസ്തുതയാണ്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഗംഗാബോന്തം എന്നൊരു ലോക്കൽ ഇനമാണ്. നമ്മുടെ ഇവിടെ ഉള്ളതല്ല, ആന്ധ്രാപ്രദേശിൽ കാണുന്ന ഒരു ലോക്കൽ തെങ്ങിൻ ഇനമാണ്. ആ തെങ്ങിൻ്റെ അത് കുള്ളൻ തെങ്ങ് പോലും അല്ല, അത് സെമിറ്റോൾ ടൈപ്പാണ്. അപ്പം ഗംഗ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം വാട്ടർ എന്നാണ്. ബോണ്ടം മീൻസ് കോക്കനട്ട് എന്നാണ് തെലുങ്കിൽ പറയുന്നത്. അപ്പം കൂടുതലും കരിക്കിന് അനുയോജ്യമായിട്ടുള്ള ഒരു വെറൈറ്റിയും കൂടിയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത പപ്പായ ഷേപ്പിലുള്ള ഡാർക്ക് പച്ച നിറത്തിലുള്ള തേങ്ങയാണ് ഗംഗാബോന്തം. പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഗംഗാബോന്തം എന്ന് പറഞ്ഞ് കാണിക്കുന്നത് കുള്ളൻ തെങ്ങിനൊക്കെയാണ്. അത് മാത്രമല്ല അത് സെമിറ്റോൾ ആണ്. ഒരു കായ്ബലം എടുക്കാനായിട്ട് ഏകദേശം 5-6 വർഷത്തോളം എടുക്കുന്ന ഒരു ഇനവും കൂടിയാണ് ഗംഗാബോന്തം. പക്ഷെ നമ്മൾ കാണുന്നത് വേറെയാണ്. അപ്പം പലരും തെറ്റിദ്ധരിച്ച് പല ആൾക്കാരും പോയി ഗംഗാബോന്തം എന്ന് പറഞ്ഞ് മേടിക്കുന്നത് നമ്മുടെ ഇവിടെ ഉള്ള കുള്ളൻ ഇനം തെങ്ങുകളെയാണ്. അത് ഗംഗാബോണ്ടമാണോ എന്നുള്ളത് നമുക്ക് ശാസ്ത്രജ്ഞർക്ക് ചിലപ്പം കണ്ടാലും മനസ്സിലാവും. പക്ഷെ അല്ലാത്ത ആൾക്കാർക്ക് ഇപ്പം അറിയാത്തത് ഇന്ന ഗംഗാബോണ്ടോ എന്ന് പറഞ്ഞ് പലരെയും നാടൻ തെങ്ങാണ് ഇനിയുള്ള കാലത്ത്. കാരണം നമ്മുടെ കാലാവസ്ഥ ഇത്രയും വലിയ മാറ്റം കൊണ്ടുവരുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് നമുക്ക് ഒരുവിധം അതിനെ നമുക്ക് എന്താ പറയുക പിടിച്ചു പോകുന്ന ഒരു തെങ്ങെന്ന് പറയുന്നത് WCT നമ്മുടെ ഇവിടെ ഉള്ള പശ്ചിമനിര തന്നെയാണ്. നാടൻ തെങ്ങ് തന്നെയാണ്. പിന്നെ സങ്കരീനം തെങ്ങിൽ ഉൽപാദനക്ഷമത അവർക്ക് കൂടുതലാണ്. പക്ഷെ രോഗകീട പ്രശ്നങ്ങൾ കൂടുതലാണ്. നമുക്ക് കർഷകർക്ക് ഇപ്പൊ ആർക്കും സമയമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വസ്തുത. വീട്ടിലൊന്നും തെങ്ങില്ലല്ലോ, ഒരു വീട്ടിലും തെങ്ങില്ലല്ലോ. മാഡത്തിന്റെ വീട്ടിലുണ്ടോ തെങ്ങ്? അതിൻ്റെ വീട്ടിലുണ്ട് 2 തെങ്ങേ ഉള്ളൂ. പക്ഷേ നമുക്ക് ചെയ്യാം. നാടൻ തെങ്ങ് തന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞ ഒരു മാനേജ്മെൻറ്റും വർഷത്തിൽ ഒരു തവണ തടം തുറന്ന് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ എന്ന പോലെ രാസവളങ്ങളൊന്നും കൊടുക്കുന്നില്ല. അപ്പം നാടൻ തെങ്ങിന് അതിൻ്റെതായ ഒരു ഗുണമേന്മ എന്ന് വെച്ചാൽ അവർക്ക് ഈ നമ്മൾ രാസവളങ്ങളൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും അവർക്ക് ഉള്ള മണ്ണിൽ നിന്ന് അക്വയർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ ഹൈബ്രിഡ് തെങ്ങിനങ്ങൾക്ക് അങ്ങനെയല്ല. അവർക്ക് നമ്മൾ നിർദ്ദേശിക്കുന്ന അളവിലുള്ള രാസവളവും ജൈവവളവും കൊടുത്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിളവ് കിട്ടാറുള്ളൂ. അതായത് കേരളത്തിലെ എല്ലാ വീടുകളിലും ഒരു തെങ്ങ് എന്നുള്ള ഒരു ആശയം കൊണ്ടുവന്നാൽ വളരെ നല്ലതല്ലേ? ഒരു വീട്ടിലൊരു തെങ്ങ് ശരിക്കും അതൊരു ചിന്താഗതി. അതെ, അതൊരു സംസ്കാരമാക്കി മാറ്റണം. പണ്ടുള്ള കാലത്ത് അങ്ങനെ ആയിരുന്നു. അവരുടെ ജീവിതചര്യങ്ങളിൽ എല്ലാ കാര്യത്തിലും തെങ്ങ് ഒരു പാർട്ടായിരുന്നു. ഈ നാടൻ തെങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾ അതിന്റെ കായ്ഫലം എടുക്കാൻ സാധിക്കും? ഏകദേശം ഞാൻ പറഞ്ഞ ഒരു മനുഷ്യന്റെ ആയുസിനേക്കാൾ ഏറെ അതായിരിക്കും ഏറ്റവും ഉത്തമം. കാരണം നമ്മുടെ ഇവിടെ ഉള്ള തെങ്ങുകൾ തന്നെ ഏകദേശം 90 വർഷം പഴക്കമുള്ള തെങ്ങുകളുണ്ട്. അതിപ്പോഴും കായ്ഫലം തരുന്നുണ്ട്. പക്ഷെ അതിന്റെ ഏറ്റവും വലുതായിട്ട് എന്ന് വെച്ചാൽ നമ്മൾ അത്രയും മാനേജ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനേക്കാൾ ഏറെ തരുമായിരിക്കും. എന്നാൽ പോലും നഷ്ടമില്ലാത്ത രീതിയിൽ തരുന്നുണ്ട്. തേങ്ങ നമുക്ക് അത്യാവശ്യമായ ഒരു കാര്യമാണ്. വില കൂടി നമുക്ക് വിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ വീട്ടാവശ്യത്തിനെങ്കിലും ഉപയോഗിക്കാം എന്നുള്ളതുണ്ടല്ലോ. ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ വില കുറഞ്ഞെങ്കിൽ പോലും നമുക്കത് നഷ്ടമില്ലാത്ത പോലെ രീതിയിൽ, അതാ നേരത്തെ പറഞ്ഞ നമ്മൾ ഇടവിള കൃഷിയും അതിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഒക്കെ കൂടുതൽ. അതെ, അതാണ് പറഞ്ഞത്. ഒരു വീട്ടിലെ ഒരു തെങ്ങ് നമുക്ക് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും. റബ്ബർ എന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ്സിനാണ് റബ്ബർ വയ്ക്കുന്നത്.
അതാണ് ഞങ്ങൾ പറയുന്നത്. ഒരു വീട്ടിൽ ഒരു തെങ്ങെന്നുള്ള ആശയം എല്ലാവരും കൂടി ചേർന്ന് നടപ്പിലാക്കിയാൽ അത് നല്ലതല്ല എന്നാണ് ചോദിക്കുന്നത്.